അവിചാരിതമായ യാത്രകളൊക്കെ ലളിതവും സുന്ദരവുമാണ്. അത്തരത്തിലൊരു യാത്രയായിരുന്നു മൺട്രോ തുരുത്തിലേക്കുള്ളത്. തിരക്ക് പിടിച്ച ജീവിതത്തിലും ഒരല്പസമയം മാറ്റിവെക്കാനുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇടങ്ങളൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. കാണാൻ എന്തുണ്ട് എന്നുള്ളതിനേക്കാളൊക്കെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്ന കുറേ സമയം നമുക്കുണ്ട് എന്നുള്ളതാണ് ഈ ഓരോ യാത്രയുടെയും പ്രത്യേകത. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയത് ഈ വെള്ളം തന്നെയാണ്. കൂടെയുള്ളവരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് പതുക്കെ ഈ തോണിയോടൊപ്പം ഇങ്ങനെ ഒഴുകി ഒഴുകി ഈ നാട് മൊത്തം കാണാൻ നല്ല രസമാണ്. ഒരുപാട് ആൾത്തിരക്കോ ഒച്ചപ്പാടോ ബഹളോ ഒന്നും തന്നെ ഇവിടെയില്ല. എപ്പോഴും ശാന്തവും സമാധാനവുമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഒന്നിനെക്കുറിച്ച് ആലോചിച്ച് വ്യാകുലപ്പെടാതെ പ്രകൃതിയോടൊക്കെ അലിഞ്ഞ് അതൊക്കെ ആസ്വദിച്ച് കുറേ സമയം നമുക്ക് അങ്ങനെ ചെലവഴിക്കാം. ഒരു യാത്രയ്ക്കിടെ കാണുന്ന കാഴ്ചകൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കണ്ടുമുട്ടുന്ന ആളുകളും. വളരെ അവിചാരിതമായിട്ടാണ് അവരെ നമ്മൾ കാണുന്നതെങ്കിലും ആ ഒരു നല്ല നിമിഷത്തിൻ്റെ ഭാഗമാകാൻ അവരും കൂടെ നമ്മളോടൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ്. വളരെ കുറച്ച് സമയം മാത്രമേ നമ്മളിവിടെ ചെലവഴിച്ചുവെങ്കിലും അവിടെ കണ്ടുമുട്ടിയ ഓരോ ആൾക്കാരും നമ്മളെയൊക്കെ എന്നോ അറിയാവുന്ന പോലെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. കുറച്ച് സമയത്തേക്കാണെങ്കിലും നമ്മളും അവരുടെ കൂട്ടത്തിലുള്ളവരാണെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. അവസാനം നമ്മൾ മൺട്രോ തുരുത്തിൻ്റെ ഒത്ത നടുവിലെത്തുകയാണ്. അതല്ലേ രസം, നല്ല ഉഷാറു മഴ. അയ്യോ, സൺസെറ്റ് പ്രതീക്ഷിച്ച് വന്നിട്ട് ട്രിപ്പ് കൊളാവുമല്ലോ എന്ന് തോന്നി ആദ്യം. പക്ഷെ യാത്രകളൊക്കെ മനോഹരമാവുന്നത് ഇതുപോലത്തെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹാപ്പനിങ് കൊണ്ടാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. മൺട്രോ തുരുത്തിലെ ആ മഴ അനുഭവം ഞാൻ നന്നായി തന്നെ ആസ്വദിച്ചു. ഇത് രഘുവേട്ടൻ, ആളാണ് നമ്മളെ ഈ യാത്ര മുഴുവൻ കൊണ്ട് നടന്ന് കാണിച്ചു തന്നത്. വെറുതെ കാണിച്ചു തരിക മാത്രമല്ല, ഓരോന്ന് കാണുമ്പോഴും അതെന്താ, ഏതിനാ, എന്തിനാ, എപ്പോഴാ എല്ലാം നമുക്ക് പറഞ്ഞു തരും. പൊന്മാൻ മൂവിയിലുള്ള ഒരു ലൊക്കേഷനിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ കാണുന്നതാണ് ചെമ്മീൻകെട്ട്. വളരെ സമാധാനത്തോടെ തുടങ്ങിയ ഒരു യാത്ര, അത് കഴിഞ്ഞ് ആർത്ത് പെയ്യുന്ന മഴയും അതിനുശേഷമുള്ള ഈ ഒരു സൺസെറ്റ് വ്യൂവും ഒക്കെപ്പാടെ ചേർന്ന് പ്രകൃതിയുടെ എല്ലാ ഭാവങ്ങളും ഈ ഒറ്റ യാത്ര കൊണ്ട് കിട്ടിയിരിക്കുകയാണ്. മനസ്സ് നിറഞ്ഞു തന്നെ മൺട്രോ തുരുത്തിനോട് യാത്ര പറഞ്ഞു.